പഴയ വർഷത്തിൽ നിന്ന് പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് നമ്മെ ദൈവത്തിന് ഭരമേൽപ്പിക്കാമെന്ന് ലയോ 14 മാർപ്പാപ്പ ഇന്നലെ സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ നടന്ന 2025 അവസാന പൊതു കൂടിക്കാഴ്ചയിൽ വിശ്വാസികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മാർപ്പാപ്പ. പോയ വർഷം ചൊരിഞ്ഞ കൃപകൾക്കും ദൈവത്തിന് നന്ദി പറയാനും വീഴ്ചകൾക്ക് ക്ഷമ ചോദിക്കാനും മുന്നോട്ടുള്ള യാത്ര ദൈവകരങ്ങളിൽ ഭരമേൽപ്പിക്കാനും മാർപ്പാപ്പ വിശ്വാസികളെ ക്ഷണിച്ചു. പ്രത്യാശയുടെ ജൂബിലി വർഷത്തിൽ നിരവധി വിശ്വാസികളുടെ തീർത്ഥാടനം പോലുള്ള സന്തോഷകരമായ അനുഭവങ്ങളും പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം, ലോകത്തെ പിടിച്ചുലയ്ക്കുന്ന യുദ്ധ സാഹചര്യങ്ങൾ എന്നിവ പോലുള്ള വേദനാജനകമായ അനുഭവങ്ങളും ഉണ്ടായി. സന്തോഷവും ദുഃഖവും എല്ലാം ദൈവത്തിന് സമർപ്പിക്കാനും കൃപയുടെയും കരുണയുടെയും അത്ഭുതങ്ങൾ വർഷിക്കപ്പെടാൻ ദൈവത്തോട് അപേക്ഷിക്കാനും സഭ വിശ്വാസികളെ ആഹ്വാനം ചെയ്യുന്നു. കർത്താവ് നമുക്കായി കഴിഞ്ഞ വർഷം ചെയ്തു തന്ന കാര്യങ്ങളെക്കുറിച്ച് വിചിന്തനം ചെയ്യണം. ഇതോടൊപ്പം സത്യസന്ധമായി ആത്മപരിശോധന നടത്താനും അവിടുന്ന് നമുക്ക് നൽകിയ ദാനങ്ങളോടുള്ള നമ്മുടെ പ്രതികരണം എപ്രകാരമായിരുന്നെന്ന് വിലയിരുത്താനും സാധിക്കണം. അവിടുന്ന് നമുക്കേകിയ പ്രചോദനങ്ങളെ വിലമതിക്കാനും നമ്മിൽ ഭരമേൽപ്പിച്ചിരുന്ന താലന്തുകളെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ നിക്ഷേപിക്കാനും സാധിക്കാതിരുന്ന നിമിഷങ്ങളെ ഓർത്ത് ക്ഷമയാചിക്കാനും നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും പത്രോസിന്റെ കല്ലറയ്ക്കരികിലെത്തി പ്രാർത്ഥിക്കാനും ക്രിസ്തുവിനോടൊപ്പമായിരിക്കാനുള്ള അവരുടെ തീരുമാനം ഉറപ്പിക്കാനുമായി ഒരുപാട് തീർത്ഥാടകർ ഈ വർഷം ഇവിടെ എത്തി. നമ്മുടെ ജീവിതം തന്നെ ഒരു യാത്രയാണെന്നും ദൈവവുമായുള്ള കണ്ടുമുട്ടലിലും അവനുമായുള്ള പൂർണ്ണവും ശാശ്വതവുമായ കൂട്ടായ്മയിലുമാണ് അത് പൂർത്തീകരിക്കപ്പെടുക എന്നുമാണ് ജൂബിലി തീർത്ഥാടനം നമ്മെ ഓർമ്മിപ്പിക്കുന്നതെന്നും മാർപ്പാപ്പ പറഞ്ഞു.